വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണക്കമുന്തിരി തയ്യാറാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. നമുക്കെല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള സാധനമല്ല ഉണക്കമുന്തിരി. അപ്പോൾ ഉണക്കമുന്തിരി എങ്ങനെയാണ് യാതൊരു കെമിക്കൽസും ഇല്ല നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് കുറച്ച് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. കുരുല്ലാത്ത ഇതേപോലത്തെ പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. മുന്തിരി നമ്മൾ കൊലകളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പൊട്ടാതെ വേർപ്പെടുത്തി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് മുന്തിരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. സാധാരണ നമ്മൾ മുന്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ആവും കഴുകിയെടുക്കുന്നുണ്ടാവുക. അതുപോലെ നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് മുന്തിരിക്കൊന്നും കേട് പറ്റാത്ത രീതിയിൽ നമ്മളത് കഴുകിയെടുക്കുക. മുന്തിരിയുടെ മീതുന്ന ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വെള്ളം മാറ്റി കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ മുന്തിരി ഉണക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള മുന്തിരികളൊക്കെ നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഇത് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കാണിക്കുന്നതാണ്. മുന്തിരി നല്ല തന്നെ ആയിരിക്കണം കേട്ടോ. ഇതേപോലെ കളറ് വന്നതൊന്നും അധികം എടുക്കരുത്, പൊട്ടരുത് എന്ന് മാത്രം. ഈ കളറ് വന്ന മുന്തിരിയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ കാണാം ആ മുന്തിരി ഉണങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാനിതാ നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ മുന്തിരി ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഏകദേശം ഇവിടുന്ന് കൊടുന്നതിന് നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളതൊന്നും അറിയില്ല, 1.5 എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കണം. മുന്തിരി കൊടുന്നതിൽ നിന്ന് പൊട്ടിയ മുന്തിരി അതുപോലെ കളർ മാറ്റമുള്ളത് ഒരു വിധമൊക്കെ ഞാൻ മാറ്റിയിട്ട് നല്ലത് മാത്രം തിരഞ്ഞെടുത്താണ് ഈ മുന്തിരി. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഈ മുന്തിരികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാത്രത്തിൽ ഏകദേശം നമ്മൾക്ക് ഇതിലിടാൻ പറ്റുന്ന അത്ര മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള മുന്തിരി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ മുന്തിരി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക. മുന്തിരിയുടെ എല്ലാ ഭാഗത്തും ആവി കയറിയെന്ന് നമുക്ക് ഉറപ്പായാൽ നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കാവുന്നതാണ്. അപ്പം നമുക്കിത് എന്താണ് കളർ ചേഞ്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെല്ലാ ഭാഗത്തും ഇതിൻ്റെ ആവി എത്തിയെന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മെല്ലെ മുന്തിരി പൊട്ടാത്ത വിധത്തിൽ നമ്മളൊന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മുന്തിരി എല്ലാം ഇതേപോലെ ഇതിൽ കാണുന്ന പോലെ ഈ വെള്ള കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവിൽ നിന്ന് ഓഫാക്കാവുന്നതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന് കൊണ്ടുവരുന്ന മുന്തിരിയിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഉണക്കി നോക്കാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇതേപോലെ മുന്തിരി ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഈ വെള്ള കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കാവുന്നതാണ്. മുന്തിരി അധികം കിടന്ന് വേവരുത്, അതേപോലെ മുന്തിരി പൊട്ടാനും പാടില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ അതേപോലെ റെഡി ആയിരിക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ മുന്തിരി ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഈ മുന്തിരി എടുത്തിട്ട് ഒരു പാത്രം തുടച്ച് വെച്ചിട്ട് ഇതിലേക്ക് മുന്തിരി പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇത്തിരി വട്ടമുള്ളൊരു പാത്രം തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മളെ കയ്യിൽ എത്രയാണ് മുന്തിരി ഉള്ളത് വെച്ചെങ്കിൽ അത് പരത്തി കൊടുക്കുക. ഇനി ഞാൻ ഇത് കുറച്ചും കൂടെ ഉണ്ട്, ഇതും കൂടെ ഞാൻ ഈ സ്റ്റവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇടാൻ മാത്രം, വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ പാത്രമാണ്, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇനി നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ഈ മുന്തിരി ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ 3 പാത്രം എടുത്തിട്ടുണ്ട്. 3 പാത്രങ്ങളിലായിട്ട് ഇത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 4 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളണം. അപ്പോൾ നമുക്കറിയാലോ വൃത്തിയുള്ള സ്ഥലം നോക്കിയിട്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് വെക്കാം. ഞാൻ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ താഴെ വെച്ചതാണ്. ഞാനിത് വീടിന് മുകളിൽ വെച്ചിട്ടാണ് നായകളും പക്ഷികളൊന്നും തട്ടിടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ 3-4 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് കാണാം ഫസ്റ്റ് ദിവസം ഉണങ്ങിയതാണ് ഈ കാണുന്നത്. ആദ്യത്തെ ദിവസം തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതേ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് മുന്തിരി. അപ്പം നമുക്ക് യാതൊരു പ്രയാസമില്ലാതെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുന്തിരി നമുക്ക് തന്നെ വീട്ടിൽ ഉണക്കിയെടുക്കാവുന്നതാണ്.
എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ പച്ചയിൽ കാണുന്ന മാതിരിയല്ലല്ലോ, ഉണങ്ങിയാൽ അത്ര അധികമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് രണ്ടാമത്തെ ദിവസം നമ്മൾ ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ 3 പാത്രത്തിലേയും കൂടി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുത്താൽ മതി. അപ്പോൾ 1-2 ദിവസങ്ങളിൽ ഞാൻ ആദ്യം 3 പാത്രത്തിലാക്കി, പിന്നെ അത് 2 പാത്രത്തിലാക്കി, പിന്നെ 3-ാമത്തെ ദിവസം മുതൽ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഉണക്കിയെടുത്തത്. അപ്പോൾ 2-ാമത്തെ ദിവസം തന്നെ ഇതേപോലെയായി. അപ്പോൾ നമ്മൾ 4 ദിവസം നന്നായിട്ട് ഉണക്കണം. എന്തായാലും ഇതിൽ വെള്ളമുള്ളതല്ല. അപ്പോൾ അത് പൂപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഉണക്കിയിട്ട് തന്നെയാണ് നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1 മാസത്തിന് ആവശ്യമുള്ള മുന്തിരിയൊക്കെ ഇത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഉള്ള ദിവസത്തിനുള്ളത് നമുക്കായി കിട്ടുമല്ലോ. പിന്നെ നമ്മൾ മുന്തിരി ഉണക്കിയെടുത്ത് വെച്ചിട്ട് നമുക്ക് വിലയിലൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. ഇത് ഉണങ്ങി കിട്ടാൻ തന്നെ കുറേ മുന്തിരി വേണ്ടേ ഉണങ്ങിയിട്ട് കിട്ടണമെങ്കിൽ. നമ്മൾ 1.5 കിലോനോളം മുന്തിരി ഉണക്കിയിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ പൈസ ആവണത് അവർക്കും ഇതേപോലെയൊക്കെ തന്നെ ആവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉണക്കിയ സാധനം നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. ഈ കാണുന്ന മുന്തിരി നമ്മൾ പൊട്ടിയ മുന്തിരി ഉണക്കിയതാണ്. അപ്പോൾ പൊട്ടിയ മുന്തിരി ഉണക്കിയ ഇതേപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേടില്ലാത്ത മുന്തിരി തന്നെ എടുത്തിട്ട് വേണം ഉണക്കാൻ. അപ്പോൾ നല്ല മുന്തിരി ഉണക്കിയാലാണ് ഇതേപോലെ. രണ്ടും കൂടിയുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുന്തിരിക്ക് വില കുറവുള്ള സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ഇതുപോലെ ഉണക്കി വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള മുന്തിരിയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ മുന്തിരിക്ക് കുറച്ച് പൈസയൊക്കെ കൂടുതലല്ലേ, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള നല്ല തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ 4-ാമത്തെ ദിവസം ഉണക്കിയതാണ്. 4-ാമത്തെ ദിവസം ഒരു ഉച്ചവരെ വെയിൽ കൊള്ളിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാനത് എടുത്ത് ചൂടാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലാക്കി വെക്കുകയാണ്. മുന്തിരി ഉണക്കാൻ അറിയാത്തവർ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.